മാലിക്കി ഇമാം റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ ഇമാം അവറുകളുടെ ഹദീസ് വിശകലനം ചെവി കൂർപ്പിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മാലിക്കി ഇമാം റളിയല്ലാഹു അൻഹു ദർസ് നടത്തുമ്പോൾ പാലിക്കാറുള്ള ചിട്ടകളും അദബുകളും ലോക പ്രശസ്തമാണല്ലോ. അങ്ങനെ വിശദമായ ചർച്ചകളും മറ്റും ദർസിൽ നടക്കുന്ന ആ സമയത്താണ് പെട്ടെന്ന് ആരോ വിളിച്ചു പറയുന്നത് വിദ്യാർത്ഥികളുടെ കാതുകളിൽ പതിക്കുന്നത്. മദീനയിൽ ഇതാ ആന വന്നിരിക്കുന്നു. കുട്ടികൾ കേട്ടവാതി കേൾക്കാത്തവാതി ആനയെ കാണാൻ വേണ്ടി ഇറങ്ങിയോടി. മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലാണ് ഇരിക്കുന്നത് എന്നുപോലും ചിന്തിക്കാതെ. കാരണം മദീനയിൽ ആനയില്ല, അവിടുത്തുകാർ ആനയെ കണ്ടിട്ടുമില്ല. അപ്പോൾ ജീവനോടെ ഒരാനയെ കാണുക എന്നുള്ള ആ കൗതുകത്താലായിരിക്കണം, ആ ജിജ്ഞാസയിലായിരിക്കണം വിദ്യാർത്ഥികൾ ഓടിയത്. പക്ഷേ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു വിദ്യാർത്ഥികളുടെ ഈ അപ്രതീക്ഷിത പെരുമാറ്റത്തിൽ അത്ഭുതപ്പെട്ട് നെടുവീർപ്പിട്ടു. സദസ്സിലേക്ക് നോക്കിയപ്പോൾ ഒരാളെയും കാണാനില്ല, എല്ലാവരും ഓടിയിട്ടുണ്ട്. പക്ഷേ അങ്ങേ തലക്കിൽ ഒരറ്റത്ത് ഒരു വിദ്യാർത്ഥി മാത്രം ഇരിപ്പുണ്ട്. ആ ഒരു മുത്തഅല്ലിമിനെ കണ്ടപ്പോൾ ഇമാമിന് ആശ്ചര്യം തോന്നി. ഇമാം അവറുകൾ ആ മുത്തഅല്ലിമിനോട് ചോദിച്ചു, കുട്ടികളൊക്കെ ഓടിയ സമയത്ത് എന്താണ് നിങ്ങൾ ഓടാത്തത്? നിങ്ങൾ ഇതിന് മുമ്പ് ആനയെ കണ്ടിട്ടുണ്ടോ? താങ്കൾ എന്തേ അവരോടൊപ്പം പോകാഞ്ഞത്? ജിജ്ഞാസ പുറത്ത് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ആ മുത്തഅല്ലിമിനോട് ചോദിച്ചു. ഉടനെ വന്നു മുത്തഅല്ലിമിന്റെ മറുപടി, ഞാൻ മദീനയിലേക്ക് വന്നത് ആനയെ കാണാനല്ല, ഇമാം മാലിക്കിനെ കാണാനും അദ്ദേഹത്തിൽ നിന്ന് ഇൽമു പഠിക്കാനുമാണ്. ഈ കുട്ടിയുടെ മറുപടി കേട്ടപ്പോ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആ മറുപടിയിൽ വീണുപോയി. മാഷാ അല്ലാഹ്, ഇതെന്തുത്തരം! ഈ ഉത്തരത്തിൽ മഹാനവറുകൾ ഫ്ലാറ്റായി. ആ കുട്ടിക്ക് ഇമാം അവറുകളുടെ മൊത്തം കുരുത്തവും പൊരുത്തവും കിട്ടിക്കഴിഞ്ഞു. കാരണം ഒരു ഗുരുവിന്റെ ഹൃദയം തൊടുന്ന മറുപടിയാണ് ആ കുട്ടിയിൽ നിന്ന് ഉത്ഭവിച്ചത്. അതുകൊണ്ട് തന്നെയായിരിക്കണം ആ കുട്ടി ലോക പ്രശസ്ത പണ്ഡിതനായി മാറിയത്. മാലിക് ഇമാമിന്റെ മുവത്ത മഹാനവറുകളിലൂടെയാണ് ഇന്ന് ലോകം ദർശിക്കുന്നത്. ആ കുട്ടിയുടെ പേരെന്തെന്നറിയോ? ഇമാം ലൈസി, ഇമാം യഹ്യ ലൈസി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാവലിയ പണ്ഡിതൻ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അരനൂറ്റാണ്ടിലേറെ മദീനത്ത് ദർസ് നടത്തിയിട്ടുണ്ട്. 10,000-കണക്കിന് ശിഷ്യന്മാരുമുണ്ട്. എന്നാൽ അവരിൽ അറിയപ്പെടുന്ന എത്ര പേരുണ്ടാകും? അവരെത്ര പേരുണ്ടെങ്കിലും അക്കൂട്ടത്തിൽ ആദ്യമായി എണ്ണുന്ന പേര് ഇമാം ലൈസി എന്നായിരിക്കും. അതാണ് ഉസ്താദിന്റെ കുരുത്തവും പൊരുത്തവും. സഹപാഠികൾ ഉസ്താദിനെ മറന്ന് ആനയുടെ പിറകെ പോയപ്പോൾ ഉസ്താദിനോടൊപ്പം ചേർന്നു നിന്നതിന് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് മാലിക്കി മദ്ഹബിലെ ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന മഹാപണ്ഡിത നേതൃത്വം. ആ പേര് ഇമാം ലൈസി എന്ന്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ ബുഖാരിയിൽ ആദ്യം ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നീയത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കുന്ന ആ ഹദീസ്. നാം എന്താണോ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും എന്ന് ആ ഹദീസ് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു നേർചിത്രമാണ് ഇമാമുന ലൈസി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം. മഹാനവറുകള് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ ലക്ഷ്യം വെച്ചപ്പോ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന് കിട്ടി. കാരണം മാലിക് ഇമാമിന്റെ മുവത്ത എന്ന് പറയപ്പെടുന്ന വലിയ മഹാഗ്രന്ഥം, അത് മുവത്ത പല നിലക്കും പല ആളുകളിലൂടെയും കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഇമാം യഹ്യ ലൈസിയിലൂടെ കടന്നു വരുന്ന മുവത്തക്കാണ് ലോകം ഇന്നും പ്രാധാന്യം കൽപ്പിക്കുന്നത്. മാലിക് ഇമാമിന്റെ പേരോടുകൂടെ ചേർക്കുന്ന ഒരു പേര് ഇമാമുന ലൈസിയുടേതാണെങ്കിൽ അതാണ് നീയത്ത് നന്നാവുക എന്നതിൻ്റെ അർത്ഥം. അന്തലുസിൽ മാലിക്കി മദ്ഹബ് പ്രചരിപ്പിച്ച വലിയ മഹാപണ്ഡിതനാണ് ഇമാമുന ലൈസി.
റളിയല്ലാഹു അൻഹു. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനായ ലൈസിയെ വിശേഷിപ്പിച്ചത് നബീലുൽ അന്തലുസ് അഥവാ അന്തലുസിലെ ബുദ്ധിജീവി എന്നാണ്. ഫഖീഹുൽ അന്തലുസ്, അന്തലുസിലെ ഫഖീഹ് എന്നും മഹാനവറുകളെ കുറിച്ച് അറിയപ്പെടുന്നുണ്ട്. അന്തലുസിലെ ഭരണാധികാരി മഹാനവറുകളോട് ചോദിച്ചിട്ടേ അവിടുത്തെ ഖാദിമാരെ വരെ നിയമിക്കാറുള്ളൂ എന്ന് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദുആക്ക് ഇജാബത്തുള്ള വലിയ മഹാ പണ്ഡിതനായിരുന്നു. ഭരണാധിപന്മാർ ബഹുമാനിക്കുന്ന ഇദ്ദേഹം പക്ഷേ ആ ബന്ധം മുതലെടുത്ത് പദവികളോ സമ്പത്തുകളോ മഹാനവറുകൾ സമ്പാദിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഖ്റവിയായ പണ്ഡിതന്മാരോടൊപ്പം നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരുടെ കുരുത്തവും പൊരുത്തവും കിട്ടിയവരെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. നാഫിയായ ഇൽമു നമുക്കെല്ലാം അല്ലാഹു ഏറ്റേറ്റി തെരുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.